നമസ്കാരം. 2026 മെയ് 17 മുതൽ മെയ് 23 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ നല്ല പ്രവർത്തനശേഷിയും ആത്മവിശ്വാസവും ഉയരുന്ന സമയമായിരിക്കും. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതി പ്രായോഗികമാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. മേലധികാരികളിൽ നിന്നും അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിച്ചാലും ആവശ്യമായ ധനം കൈവശം എത്തുന്ന അവസ്ഥയും ഉണ്ടാകും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും മനസ്സിലാക്കലും ഉണ്ടാകും. വിവാഹകാര്യങ്ങളിൽ അനുകൂല ചർച്ചകൾ നടക്കാം. യാത്രകൾ ഗുണകരമാകുന്ന ആഴ്ചയാണ്. പ്രത്യേകിച്ച് ജോലി അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾക്ക് നേട്ടമുണ്ടാകും. ഓൺലൈൻ ബിസിനസ്, മീഡിയ, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും അംഗീകാരവും ലഭിക്കും. അമിത കോപവും ഉറക്കക്കുറവും നിയന്ത്രിക്കണം. തലവേദന, ശരീരക്ഷീണം പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ വന്നേക്കാം. ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകുന്ന സമയം കൂടിയാണ്. ഈ ആഴ്ച ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് ഭാഗ്യം കൈപിടിക്കുന്ന സമയമാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബ സൗഖ്യവും ഒരുപോലെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുകയും കുടിശ്ശികയായി കാത്തിരിക്കുന്ന പണം കൈവശം എത്തുകയും ചെയ്യാം. ജോലി സംബന്ധമായി പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് പ്രതീക്ഷ നൽകിയേക്കാവുന്ന വാർത്തകൾ ലഭിക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ഇടപാടുകളും ലാഭകരമായ കരാറുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. സംസാര ശൈലി കൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. ഏറെ നാളായി മുടങ്ങിയിരുന്ന ഒരു കുടുംബകാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും അടുപ്പവും ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാനിടയുണ്ട്. സ്വർണം, വസ്ത്രം, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങാനുള്ള ആഗ്രഹം ശക്തമാകും. സ്ത്രീകൾ വഴി ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കലാരംഗം, സാഹിത്യം, ബ്യൂട്ടി, ഫാഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ഉയരും. ഈ ആഴ്ചയിൽ ചെറിയ യാത്രകൾ ഗുണകരമാകും. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ പദ്ധതികൾ ആരംഭിക്കാം. എന്നാൽ അനാവശ്യ വാശിയും പിടിവാശിയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളും ഭക്ഷണകാര്യങ്ങളിലെ അശ്രദ്ധയും ഒഴിവാക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മനസ്സമാധാനവും സാമ്പത്തിക പുരോഗതിയും നൽകും. മകയിരത്തിൻ്റെ അവസാന 2 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ആത്മവിശ്വാസവും വ്യക്തിപ്രഭാവവും വർദ്ധിക്കുന്ന സമയമായിരിക്കും. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ തുടക്കങ്ങളുണ്ടാകാം. ജോലിയിലെ മികവ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂല വാർത്തകൾ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ അനുയോജ്യമായ വാരമാണ്. ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് എത്തും. സോഷ്യൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ, അധ്യാപനം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും. വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണം പ്രകടമാകുന്നതിനാൽ ആളുകളെ എളുപ്പത്തിൽ സ്വാധീനിക്കാനാകും. സാമ്പത്തികമായി ഈ ആഴ്ച മെച്ചപ്പെട്ട അനുഭവങ്ങൾ നൽകും.
പഴയ കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കാം. ചെറിയ നിക്ഷേപങ്ങൾ ഗുണകരമാകും. യാത്രകൾ ഭാഗ്യം നൽകുന്നവയായിരിക്കും. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും നിയന്ത്രിക്കേണ്ടതുണ്ട്. ധ്യാനവും പ്രാർത്ഥനയും മനസ്സിന് സമാധാനം നൽകും. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് മനസ്സിലെ ആശങ്കകൾ കുറയുകയും പുതിയ പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയമായിരിക്കും. വിദേശ ബന്ധങ്ങൾ, ആത്മീയ ചിന്തകൾ, ദൂരയാത്രകൾ എന്നിവയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത ലഭിക്കുവാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിലും അവ പിന്നീട് ഗുണകരമായി മാറും. വിദേശ ജോലി, ഓൺലൈൻ ജോലി, IT മേഖലകളിൽ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാം. സാമ്പത്തികമായി വരവും ചിലവും ഒരുപോലെ ഉണ്ടാകുന്ന ആഴ്ചയാണ്. വീടിനും കുടുംബത്തിനുമായി കൂടുതൽ ധനം ചെലവഴിക്കേണ്ട സാഹചര്യം വരാം. എന്നാൽ ആവശ്യ സമയത്ത് സഹായം ലഭിക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാമെങ്കിലും തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹിതർ തമ്മിൽ മനസ്സിലാക്കൽ വർദ്ധിക്കും. സ്ത്രീകൾ വഴി ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്രദർശനം എന്നിവ മനസ്സിന് സമാധാനം നൽകും. ആത്മീയ കാര്യങ്ങളിലേക്ക് ആകർഷണം കൂടുന്ന സമയമാണ്. ചിലർക്ക് വീടുമാറ്റം അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒരുപോലെ ലഭിക്കുന്ന ശക്തമായ സമയമായിരിക്കും. ഏറെ നാളായി കാത്തിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തുറക്കും. മേലധികാരികളിൽ നിന്നും പ്രശംസയും അംഗീകാരവും ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാം. സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സ്വാധീനമുള്ള വ്യക്തികളുടെയും സഹായം ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും. വരുമാനം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലം ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും വിശ്വാസവും വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. സന്താന കാര്യങ്ങളിൽ സന്തോഷ വാർത്തകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. കലാരംഗം, രാഷ്ട്രീയം, സോഷ്യൽ മീഡിയ, പൊതുപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതിയും ശ്രദ്ധയും ഉയരും. യാത്രകൾ ഗുണകരമാകുന്ന സമയമാണിത്. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലൂടെ ഭാവിയിൽ ഉപകാരപ്പെടുന്ന ബന്ധങ്ങൾ രൂപപ്പെടും. അമിത ക്ഷീണവും ഉറക്കക്കുറവും നിയന്ത്രിക്കണം. ഹൃദയവുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യ 2 പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലും വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാനാകുന്ന അവസരങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും. ജോലിയിലെ മികവ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വരികയും ചെയ്യും. സർക്കാർ മേഖല, ബാങ്കിംഗ്, അധ്യാപനം, മീഡിയ, മാനേജ്മെൻറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ആഴ്ചയാണ്. പഴയ തടസ്സങ്ങൾ മാറി വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ക്ലയൻറ്റുകളും കരാറുകളും ലഭിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ മനസ്സിലാക്കലുകളും സ്നേഹവും ഉണ്ടാകും. വിവാഹയോഗമുള്ളവർക്ക് നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കാം. സ്ത്രീകളുടെ സഹായം പല കാര്യങ്ങളിലും ഗുണകരമാകും. ഈ ആഴ്ച യാത്രകൾ,
തൊഴിൽപരമായ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ്. വിദേശ ബന്ധങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കാം. അമിത ചിന്തയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കണം. ചിത്രയുടെ അവസാന 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഭാഗ്യവും അനുകൂല അവസരങ്ങളും ഒരുമിച്ച് എത്തുന്ന സമയമായിരിക്കും. ദൈവാനുഗ്രഹവും മുതിർന്നവരുടെ പിന്തുണയും ലഭിക്കുന്ന സമയം. ഏറെ നാളായി മുടങ്ങിയിരുന്ന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങും. തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കപ്പെടും. ഉയർന്ന പഠനം, വിദേശകാര്യങ്ങൾ, നിയമപരമായ വിഷയങ്ങൾ, അധ്യാപനം, യാത്രാ സംബന്ധമായ മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ലഭിക്കും. മേലധികാരികളുടെ വിശ്വാസം നേടാൻ സാധിക്കുന്ന ആഴ്ച കൂടിയാണ്. യാത്രകളിലൂടെയോ പുതിയ ബന്ധങ്ങളിലൂടെയോ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ദാമ്പത്യ ബന്ധങ്ങളിൽ സ്നേഹവും മനസ്സിലാക്കലും വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകലം കുറയാൻ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം പ്രധാന കാര്യങ്ങളിൽ ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താൽപ്പര്യം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, ധ്യാനം എന്നിവ മനസ്സിന് വലിയ ആശ്വാസം നൽകും. ദൂരയാത്രകൾ ഗുണകരമാകാം. അമിത ക്ഷീണവും യാത്രാ സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആവേശത്തേക്കാൾ വിവേകം ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് അപ്രതീക്ഷിത മാറ്റങ്ങളും അതോടൊപ്പം ഗുണകരമായ അവസരങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന സമയമായിരിക്കും. ജീവിതത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ഏറെ നാളായി മുടങ്ങിയിരുന്ന ധനകാര്യ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കും. ഇൻഷുറൻസ്, ബാങ്കിംഗ്, ഗവേഷണം, നികുതി, രഹസ്യ സ്വഭാവമുള്ള ജോലികൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് ലാഭം ലഭിക്കുവാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. പാരമ്പര്യ സ്വത്ത്, കുടിശ്ശിക, പണം, പഴയ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നും ഗുണഫലം ലഭിക്കാം. കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് സമാധാനപരമായി പരിഹരിക്കപ്പെടും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ അമിത സംശയം ഒഴിവാക്കണം. വിശ്വസിച്ച ആളുകളിൽ നിന്നും സഹായം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്ന സമയമാണിത്. ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, മന്ത്രജപം എന്നിവ മനസ്സിന് സമാധാനം നൽകുന്നതാണ്. ആരോഗ്യപരമായി ക്ഷീണം, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഉറക്കക്കുറവ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. വാഹനയാത്രകളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പങ്കാളിത്തങ്ങൾ വഴി നേട്ടങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളും സഹകരണങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരിയിൽ നിന്നും അംഗീകാരം ലഭിക്കും. പൊതുജനങ്ങളുമായി ഇടപഴകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതിയും സ്വാധീനവും വർദ്ധിക്കും. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന ആഴ്ചയാണ്. പങ്കാളിയുടെ പിന്തുണ പ്രധാന കാര്യങ്ങളിൽ ഗുണകരമാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണകരമായ ആലോചനകൾ വന്നു ചേരുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും സ്ഥിരതയും ഉണ്ടാകും. കുടുംബത്തിൽ ആഘോഷപരമായ അന്തരീക്ഷം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ആശ്വാസമാകും. ചിലർക്ക് പുതിയ ആളുകളുടെ പരിചയം ഭാവിയിൽ വലിയ ഗുണം നൽകുന്ന ബന്ധങ്ങളായി മാറാം.
വരുമാനം മെച്ചപ്പെടുന്ന സമയമാണ്. പഴയ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാം. യാത്രകൾ ഗുണകരമാകും. പ്രത്യേകിച്ച് തൊഴിൽ, ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ നേട്ടം നൽകുന്നവയാണ്. ആരോഗ്യപരമായി ദഹന സംബന്ധമായ അസ്വസ്ഥതകളും അമിത ക്ഷീണവും ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താൽപ്പര്യം വർദ്ധിക്കുകയും ദൈവവിശ്വാസം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ജോലി, ആരോഗ്യം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ക്രമേണ പുരോഗതി അനുഭവപ്പെടുന്ന സമയമായിരിക്കും. മത്സരങ്ങളിൽ വിജയം നേടാൻ കഴിയും. ഏറെ നാളായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും. സർവീസ് മേഖല, മെഡിക്കൽ, ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, ടെക്നിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളായി നിന്നിരുന്ന ചിലർ പോലും പിന്തുണ നൽകുന്ന അവസ്ഥയായിരിക്കും. സാമ്പത്തികമായി നിയന്ത്രണത്തോടെ മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ലഭിക്കുന്ന ആഴ്ചയാണ്. പഴയ കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഫലപ്രദമാകും. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പിന്നീട് സമാധാനപരമായി പരിഹരിക്കപ്പെടും. ദാമ്പത്യ ബന്ധങ്ങളിൽ ക്ഷമയും മനസ്സിലാക്കലും ആവശ്യമാണ്. പ്രണയബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകളിൽ ശ്രദ്ധ വേണം. സ്ത്രീകളുടെ സഹായം പല കാര്യങ്ങളിലും ഗുണകരമായിരിക്കും. പഴയ അസ്വസ്ഥതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്. എന്നാൽ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും നിയന്ത്രിക്കണം. വ്യായാമവും ക്രമബദ്ധമായ ജീവിതശൈലിയും കൂടുതൽ ഗുണം നൽകും. യാത്രകൾ ജോലി സംബന്ധമായി ഗുണകരമായിരിക്കും. അവിട്ടത്തിൻ്റെ അവസാന 2 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സന്തോഷവും സൃഷ്ടിപരമായ മുന്നേറ്റങ്ങളും നൽകുന്ന ഭാഗ്യവാരമാണ്. പ്രണയം, വിദ്യാഭ്യാസം, സന്താന കാര്യങ്ങൾ, കലാരംഗം എന്നിവയിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കല, സംഗീതം, സിനിമ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനപ്രീതിയും അംഗീകാരവും ലഭിക്കാം. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും അടുപ്പവും വർദ്ധിക്കുന്ന സമയമാണിത്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. സന്താന കാര്യങ്ങളിൽ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ ആഴ്ചയാണ്. സുഹൃത്തുക്കളുടെ സഹായം പ്രധാന കാര്യങ്ങളിൽ ഗുണകരമാകും. യാത്രകൾ സന്തോഷവും നേട്ടവും നൽകുന്നവയായിരിക്കും. മാനസികമായി കൂടുതൽ ഉത്സാഹവും പോസിറ്റീവ് ചിന്തയും അനുഭവപ്പെടാം. ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താൽപ്പര്യം വർദ്ധിക്കുകയും ദൈവവിശ്വാസം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് കുടുംബ സൗഖ്യവും മാനസിക സമാധാനവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. വീട്, വാഹനം, ഭൂമി, കുടുംബകാര്യങ്ങൾ എന്നിവയിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും. ഏറെ നാളായി മുടങ്ങിയിരിക്കുന്ന ഒരു കുടുംബകാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. വീടിൻ്റെ നവീകരണം, അലങ്കാരം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. ഉദ്യോഗാർത്ഥികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ കൂടുതൽ ആത്മവിശ്വാസം നൽകും. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ഓൺലൈൻ ജോലി, വീട്ടിൽ നിന്നും ചെയ്യുന്ന ബിസിനസ്സുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടാനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും മനസ്സിലാക്കലും ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ സ്ഥിരതയും വിശ്വാസവും വർദ്ധിക്കും.
വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. കുടുംബത്തിന് വേണ്ടി ധനച്ചിലവുകൾ വർദ്ധിച്ചാലും അതിനനുസരിച്ചുള്ള വരുമാനവും ലഭിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലം ലഭിക്കുവാൻ ഇടയുണ്ട്. ഈ ആഴ്ച യാത്രകൾ കുടുംബപരമായ സന്തോഷം നൽകും. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യും. മാനസിക സമ്മർദ്ദം കുറയുകയും ശരീരക്ഷീണം മാറുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും അശ്രദ്ധ കാണിക്കരുത്.